മാർപ്പാപ്പമാരുടെ എല്ലാ തീരുമാനങ്ങളും എപ്പോഴും ശരിയാകണമെന്ന് നിർബന്ധമുണ്ട്. ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം ചില തീരുമാനങ്ങളൊക്കെ തെറ്റാണ്. നമ്മുടെ ചില സാഹചര്യങ്ങളിലൂടെയൊക്കെ നമ്മൾ പോകുമ്പോൾ ഇത് വളരെ ശരിയാണെന്ന് നമുക്ക് തോന്നുകയും ചെയ്യും. എന്നാൽ കാലഘട്ടം തെളിയിക്കും വിശ്വാസവും സന്മാർഗവുമായി ബന്ധപ്പെട്ട് മാർപ്പാപ്പ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ എപ്പോഴും ശരിയാണ്. ആരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്? എന്തിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്? നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യം എന്താണെന്ന് മനസ്സിലായി കാണില്ല. ഞാൻ പറഞ്ഞു വരുന്ന മാർപ്പാപ്പ വിശുദ്ധ 10-ാം പിയൂസ് മാർപ്പാപ്പയാണ്. വിശുദ്ധ 10-ാം പിയൂസ് മാർപ്പാപ്പ അദ്ദേഹത്തിന്റെ ജീവിതകാലത്തെടുത്ത ഒരു തീരുമാനത്തിന്റെ പേരിൽ വളരെയേറെ വിമർശിക്കപ്പെട്ടിരുന്നു. എന്താണ് ആ തീരുമാനമെന്ന് കുറച്ചുകൂടെ കഴിയുമ്പോൾ പറയും. 10-ാം പിയൂസ് മാർപ്പാപ്പ സഭയിൽ വലിയ നവീകരണങ്ങൾക്ക് തുടക്കം കുറിച്ച മാർപ്പാപ്പയാണ്. വിശുദ്ധ 10-ാം പിയൂസിന്റെ പേരിൽ ഒട്ടേറെ മാറ്റങ്ങൾ സഭയിൽ വന്നിട്ടുണ്ട്. ഒന്നാമതായി റോമൻ കൂരിയായുടെ നവീകരണം ആരംഭിച്ചത് വിശുദ്ധ 10-ാം പിയൂസ് മാർപ്പാപ്പയാണ്. 20-ാം നൂറ്റാണ്ടിലേക്ക് സഭയെ കൈപിടിച്ച് നടത്തിയത് വിശുദ്ധ 10-ാം പിയൂസ് മാർപ്പാപ്പയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പഠനത്തെ ഏറ്റവും അധികം പ്രോത്സാഹിപ്പിച്ച ഒരു മാർപ്പാപ്പ കൂടിയാണ് വിശുദ്ധ 10-ാം പിയൂസ് മാർപ്പാപ്പ. അന്നുവരെ വിശുദ്ധ ഗ്രന്ഥ പഠനത്തിന് അധികം ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ കുറേയേറെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ സ്ഥാപനത്തിനും അതോടൊപ്പം വിശുദ്ധ ഗ്രന്ഥ പഠനത്തിന്റെ പ്രോത്സാഹനത്തിനും ഏറെ ശ്രദ്ധ പതിപ്പിച്ച ഒരു മാർപ്പാപ്പയാണ് വിശുദ്ധ 10-ാം പിയൂസ് മാർപ്പാപ്പ. വളരെ ലളിത ജീവിതം നയിച്ചിരുന്ന ഒരാളായിരുന്നു വിശുദ്ധ 10-ാം പിയൂസ്. അന്നുവരെ കർദിനാളന്മാരുടെ മീറ്റിങ്ങിന് മാർപ്പാപ്പയെ പല്ലക്കിൽ ചുമന്നുകൊണ്ടായിരുന്നു വന്നിരുന്നതെങ്കിൽ വിശുദ്ധ 10-ാം പിയൂസിന്റെ കാലം മുതലാണ് നടന്നുകൊണ്ട് കർദിനാളന്മാരുടെ മീറ്റിംഗിലേക്ക് പാപ്പമാർ വന്നു തുടങ്ങി. ലളിത ജീവിതത്തിന്റെ ഉടമയായിരുന്നു അദ്ദേഹം. അതേപോലെ തന്നെ ആധുനികതയുടെ പാപങ്ങളെ എടുത്തു പറഞ്ഞ് അവയെ അവഗണിച്ച ഒരു മാർപ്പാപ്പയായിരുന്നു വിശുദ്ധ 10-ാം പിയൂസ്. മോഡേണിസം, ആധുനികതയുടെ എല്ലാ തെറ്റുകളെയും അതിന്റെ കുറവുകളോടെ തന്നെ എടുത്തു പറഞ്ഞ് 2 പുസ്തകങ്ങൾ അദ്ദേഹം എഴുതി. ലമന്താബിലി എന്ന തിരുവെഴുത്തും പഷേന്തി ഡൊമിനിച്ചി ഗ്രേജിസ് എന്നുള്ള തിരുവെഴുത്തും. എന്നാൽ വിശുദ്ധ 10-ാം പിയൂസ് ഏറ്റവും അധികം അറിയപ്പെടുന്നത് ഈ കാരണങ്ങളുടെ ഒന്നിന്റെയും പേരിലല്ല, മറിച്ച് വിശുദ്ധ കുർബാനയോടുള്ള അദ്ദേഹത്തിന്റെ ഭക്തിയുടെയും വിശുദ്ധ കുർബാനയുടെ പേരിൽ അദ്ദേഹം എടുത്തിട്ടുള്ള തീരുമാനങ്ങളുടെയും പേരിലാണ്. വിശുദ്ധ 10-ാം പിയൂസ് അറിയപ്പെടുന്നത് ദിവ്യകാരുണ്യത്തിന്റെ പാപ്പ അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയുടെ പാപ്പ എന്നൊക്കെയാണ്. എന്താണ് അതിന് കാരണം? ഒന്നാമതായി അതിന് കാരണം വിശുദ്ധ കുർബാന സ്വീകരണത്തിന്റെ പ്രായം കുറച്ചത് അദ്ദേഹമാണ്. അന്നുവരെ 12 വയസ്സിന് മുകളിൽ മാത്രമേ, തിരിച്ചറിവിന്റെ പ്രായമായതിനു ശേഷം മാത്രമേ കുട്ടികൾക്ക് വിശുദ്ധ കുർബാന നൽകിയിരുന്നുള്ളൂ. എന്നാൽ അത് 7 വയസ്സ് എന്നുള്ള പ്രായത്തിലേക്ക് കുറച്ചത് വിശുദ്ധ 10-ാം പിയൂസാണ്. 7 വയസ്സ് പ്രായം മുതൽ വിശുദ്ധ കുർബാന സ്വീകരിക്കാം എന്നുള്ള ശിക്ഷണക്രമം ലത്തീൻ സഭയിൽ ആരംഭിച്ചത് വിശുദ്ധ 10-ാം പിയൂസാണ്. ഈ സാഹചര്യത്തിൽ നമ്മുടെ പൗരസ്ത്യ സഭകളിലെ പ്രവേശക കൂദാശകളെല്ലാം ഒരുമിച്ച് നൽകുക എന്നുള്ള അതിപുരാതനമായ പാരമ്പര്യം എത്രത്തോളം മഹനീയമാണ് എന്നുള്ളത് നമുക്ക് ഓർമ്മിച്ചെടുക്കാം. കാരണം 7 വയസ്സാകുന്നതിന് മുൻപ് തന്നെ നമ്മൾ കുട്ടികൾക്ക് വിശുദ്ധ കുർബാന നൽകുന്നുണ്ട്. രണ്ടാമതായി അനുദിന വിശുദ്ധ കുർബാന സ്വീകരണം പ്രോത്സാഹിപ്പിച്ച ഒരു മാർപ്പാപ്പയായിരുന്നു വിശുദ്ധ 10-ാം പിയൂസ്. അന്നുവരെ ആളുകൾ ഒരിക്കൽ ഒരു ദിവസം വിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ പിന്നെ കുറച്ചു കാലത്തിന് ശേഷം വിശുദ്ധ കുർബാന സ്വീകരിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഒരു രീതി. വിശുദ്ധ കുമ്പസാരത്തിലൂടെ ഒരുങ്ങി നല്ല മനോഭാവത്തോടെ വിശുദ്ധ കുർബാന അർപ്പിച്ചതിന് ശേഷം മാത്രം വിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ മതി എന്നുള്ളതായിരുന്നു അന്നുവരെ പിന്തുടർന്നിരുന്ന ഒരു രീതി. എന്നാൽ ഓരോ തവണയും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പരിശ്രമിക്കണമെന്നും അതിനുവേണ്ടി നിരന്തരം കുമ്പസാരത്തിലൂടെ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കണമെന്നും പാപ്പ വിശ്വാസികളെ ഉദ്ബോധിപ്പിച്ചു. അനുദിന വിശുദ്ധ കുർബാന സ്വീകരണം അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ അദ്ദേഹം വിശുദ്ധ കുർബാനയുടെ പാപ്പായായി മാറി. ഒരിക്കൽ 4 വയസ്സുള്ള ഒരു കുട്ടിക്ക് ആ കുട്ടി വിശ്വാസ കാര്യങ്ങളെപ്പറ്റിയും മതപരമായ കാര്യങ്ങളെപ്പറ്റിയും നല്ല ഗ്രാഹ്യമുണ്ടെന്നും നല്ല വിശ്വാസ ജീവിതം നയിക്കുന്ന ആളാണെന്നും മനസ്സിലാക്കിയപ്പോൾ പാപ്പ നേരിട്ട് വിശുദ്ധ കുർബാന നൽകുകയുണ്ടായി. അതിന്റെ പേരിൽ അദ്ദേഹം ഏറെ വിമർശിക്കപ്പെട്ടു. ഒട്ടേറെ ആളുകൾ അദ്ദേഹത്തിന്റെ തീരുമാനത്തെ എതിർത്തു. എന്നാൽ അന്ന് അദ്ദേഹം സൗമ്യനായി മറുപടി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ശിശുക്കൾ എന്റെ അടുക്കൽ വരാൻ അനുവദിക്കുവിൻ, അവരെ തടയേണ്ട. വളരെയേറെ വിമർശിക്കപ്പെട്ടിട്ടും വിശുദ്ധ കുർബാന സ്വീകരണത്തിന്റെ പ്രായം കുറയ്ക്കുന്ന കാര്യത്തിലൊന്നും അദ്ദേഹം യാതൊരു സന്ദേഹവും കാണിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ തീരുമാനം ശരിയായിരുന്നു എന്ന് കാലഘട്ടം തെളിയിച്ചു. നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ നമുക്കൊന്ന് വിലയിരുത്താം. അനുദിന ദിവ്യകാരുണ്യ സ്വീകരണം സാധ്യമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ നമ്മുടെ ഇടവക ദേവാലയങ്ങളിലൊക്കെ എത്രത്തോളം കുട്ടികൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ വരുന്നുണ്ട്, എത്രത്തോളം കുട്ടികൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നുണ്ട്? നമ്മുടെ പല ഇടവകകളിലും പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, കുർബാനയിൽ പങ്കെടുക്കുന്ന ആളുകളൊക്കെ തല നരച്ചവരാണ്. എത്രത്തോളം കൊച്ചുകുട്ടികൾ,
എത്രത്തോളം സ്കൂൾ കുട്ടികൾ നമ്മുടെ വിശുദ്ധ കുർബാനകളിൽ അനുദിന ബലിയർപ്പണത്തിൽ പങ്കെടുക്കുന്നുണ്ട്? അനുദിന ബലിയർപ്പണങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ഇടവകകളിൽ പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. വിശുദ്ധ പത്താം പിയൂസിനെ ലത്തീൻ സഭാ കലണ്ടറിൽ അനുസ്മരിക്കുന്ന ഈ ദിവസങ്ങളിൽ നമുക്ക് വളരെ പ്രത്യേകമായി നമ്മുടെ കുടുംബങ്ങളിലുള്ള കുട്ടികളെ അനുദിനം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കാൻ ശ്രദ്ധിക്കാം. അതോടൊപ്പം കുമ്പസാരി ചുരുങ്ങി എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ വിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ള ഒരു പ്രോത്സാഹനവും നമുക്ക് അവർക്ക് നൽകാം.